സൗദിയിൽ താമസ വാടക ഈജാർ ഓൺലൈൻ വഴിയാക്കുന്ന സംവിധാനം ഈ മാസം 15-ന് പ്രാബല്യത്തിൽ വരും. കെട്ടിട ഉടമകളുടെയും താമസക്കാരുടെയും സംരക്ഷണമാണ് പുതിയ നീക്കത്തിന് പിന്നിൽ. തവണകളായി വാടക അടയ്ക്കാനുള്ള സൗകര്യവും ലഭിക്കും. സൗദിയിലെ താമസ വാടകയുമായി ബന്ധപ്പെട്ട എല്ലാ പേയ്മെന്റുകളും ജനുവരി 15 മുതൽ ഈജാർ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയായിരിക്കണമെന്ന് റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റി നിർദ്ദേശിച്ചു. മട, സദാദ് തുടങ്ങിയ പേയ്മെന്റ് ചാനലുകൾ വഴി 153 എന്ന ബില്ലർ നമ്പറിലൂടെ പണമടക്കാം. ഈ ചാനലുകൾ വഴിയല്ലാത്ത വാടകകൾ അതോറിറ്റി പരിഗണിക്കില്ല. എല്ലാ പുതിയ താമസ വാടക കരാറുകളും ജനുവരി 15 മുതൽ ഈജാർ വഴിയായിരിക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി വാടക നൽകുന്നതോടെ ഇലക്ട്രോണിക് റെസീറ്റ് വൗച്ചർ ക്രമേണ നിർത്തലാക്കും. കെട്ടിടമുടമയുടെയും വാടകക്കാരുടെയും സുരക്ഷിതത്വം കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. അംഗീകൃത റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ വഴിയുള്ള കരാർ ഈജാറിൽ രജിസ്റ്റർ ചെയ്താണ് ഇടപാടുകൾ നടക്കേണ്ടത്. പണമടച്ച് 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ വാടക കെട്ടിടമുടമയുടെ ബാങ്ക് അക്കൗണ്ടിലെത്തും. താമസ കേന്ദ്രങ്ങളിലെ പരിശോധന, കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം, പതിവ് അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവയെല്ലാം ഈ സംവിധാനത്തിലൂടെ ഈജാർ ലക്ഷ്യമിടുന്നു. ഈ മേഖലയിലെ തട്ടിപ്പ് ഇല്ലാതാക്കാൻ പുതിയ നിയമം പ്രയോജനപ്പെടുന്നതിന് പുറമെ വാടകക്കാർക്ക് തവണകളായി വാടക നൽകാനും സാധിക്കും. എന്നാൽ വാണിജ്യ വാടക കരാറുകൾക്ക് ഈ നിയമം ഇപ്പോൾ ബാധകമല്ല. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. 200-ലേറെ അന്താരാഷ്ട്ര കമ്പനികൾ മേഖലാ ആസ്ഥാനം റിയാദിലേക്ക് മാറ്റി. സർക്കാർ കരാറുകൾ നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം. മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റിയ കമ്പനികൾക്ക് 30 വർഷത്തേക്കാണ് നികുതി ഇളവ്. സർക്കാർ കരാറുകൾ നേടാൻ ആഗ്രഹിക്കുന്ന വിദേശ കമ്പനികൾ തങ്ങളുടെ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റണമെന്ന് സൗദി വാണിജ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. നിലവിൽ സർക്കാർ കരാറുകളുള്ള കമ്പനികൾക്ക് മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റാനുള്ള സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിക്കുകയും ചെയ്തു. ഇതിനകം 200-ലേറെ അന്താരാഷ്ട്ര കമ്പനികൾ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റി. ഊർജ്ജം, ടെക്നോളജി, ആരോഗ്യ സംരക്ഷണം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിലുള്ള കമ്പനികൾ ഇതിൽപ്പെടും. യൂറോപ്പിലെ സ്നൈഡർ ഇലക്ട്രിക്, സീമെൻസ്, ഫിലിപ്സ്, ഏഗിസ് ഗ്രൂപ്പ്, അമേരിക്കയിലെ നോർത്തേൺ ട്രസ്റ്റ്, വൈറ്റ് ആൻഡ് കേസ്, പെപ്സിക്കോ, UK-യിൽ നിന്നുള്ള IHG ഹോട്ടൽ, PwC, ഡിലോയിറ്റ്, യൂണിലിവർ, ചൈനീസ് കമ്പനികളായ BGI, ഹുവായ്, ദാഹുവ ടെക്നോളജി തുടങ്ങിയവ മേഖലാ ആസ്ഥാനം റിയാദിലേക്ക് മാറ്റി. പുതിയ സർക്കാർ കരാറുകൾ ലഭിക്കാനും നിലവിലുള്ള കരാറുകൾ നിലനിർത്താനും വിദേശ കമ്പനികൾ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റണമെന്നായിരുന്നു വാണിജ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇങ്ങനെ മാറ്റുന്ന കമ്പനികൾക്ക് 30 വർഷത്തേക്ക് കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, വിത്ത്ഹോൾഡ് ടാക്സ് എന്നിവ ഒഴിവാക്കി കൊടുക്കും. കൂടാതെ മറ്റു പല ആനുകൂല്യങ്ങളും മന്ത്രാലയം വാഗ്ദാനം ചെയ്തിരുന്നു. ദുബായിലും മറ്റും മേഖലാ ആസ്ഥാനമായുള്ള കൂടുതൽ കമ്പനികൾ വരും ദിവസങ്ങളിൽ മേഖലാ ആസ്ഥാനം റിയാദിലേക്ക് മാറ്റുമെന്നാണ് സൂചന. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.